ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പായപ്പം ഇത് പുള്ളി വീണതാണോ എല്ലാരും ഇങ്ങനെ തരുൺ പറഞ്ഞു. ഞാൻ തന്നെ കെട്ട് വിളിക്കല്ലേ പുള്ളി അഭിനയിച്ചോണ്ടിരിക്കണം പോട്ടെ നിർത്തല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. കാരണം ആക്ച്വലി ആ റൂമിലാണ് മോണിറ്റർ വെച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഷാജിയേട്ടനും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഞെട്ടി. കാരണം ഇത് സ്ലിപ്പായി വീണതാണോ? അങ്ങനെ വീണെന്നില്ല ഉണ്ടായിരുന്നില്ല അല്ലേ? അത് പറഞ്ഞിട്ടേ ഇല്ല. ഡയറക്ടർ പറഞ്ഞൊരു കാര്യമല്ല. ലാലേട്ടൻ ഞാൻ ഇവിടെ വീണൊന്നും ലാലേട്ടൻ ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. ശ്രീ ബിനു പപ്പു നമ്മുടെ കൂടെ. ചേട്ടാ നമസ്കാരം. 2013 സിനിമ വന്നു. പലതരം സിനിമകളുടെ ഭാഗമായി പലതരം വിജയങ്ങൾ കണ്ടു. പക്ഷെ തുടരിൻ്റെ സക്സസിൻ്റെ ഒരു ടേസ്റ്റ് എന്താ? ഭയങ്കര കൂടുതലാണ്. കാരണം ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, വളരെയധികം സക്സസ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. തല്ലുമാല, 18+ അങ്ങനെ ഒരുപാട് സിനിമകളും കഥ പറയുന്ന സിനിമകളും. ഇപ്പം മായാനദി. അപ്പം നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തല്ലുമാലക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിയേറ്റർ വിസിറ്റും അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന് ആൾക്കാർ കാണുമ്പോഴൊക്കെ ഡേവിഡെ ഒന്ന് വിളിക്കലുണ്ടായിരുന്നു. അത് 18+ എത്തിയപ്പം രാകേഷ് ഏട്ടാന്നായി, പ്രേമുണ്ട്, കല്യാണം നടത്തി തരുമോ എന്നുള്ള ചോദ്യമായി. ഇത് വിളിക്കുന്നത് തെറിവാക്ക് കൂട്ടിയിട്ടാണ് വിളിക്കുന്നെങ്കിലും അതിന് ഭയങ്കര സുഖമുണ്ട്. ബെന്നി കഴിവറിയെന്നാണ് വിളിക്കുന്നത്. കാരണം അത് ജോർജ് സിയെ എന്നെ പല പ്രാവശ്യം വണ്ടിയിലിരുന്നിട്ടും വല്ലാണ്ടൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ ഈ ജോർജ് ബെന്നിൻ്റെ അടുത്ത് കഴിവറി നീ ഉറങ്ങിയാടാ ബെന്നി എന്ന് ചോദിക്കുന്ന അത് ചേർത്ത് വിളിക്കുമ്പോൾ ലൈക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറഞ്ഞ സക്സസിന്റെ ടേസ്റ്റ് ഭയങ്കര ഹൈ ആണ്. അതോടൊപ്പം തന്നെ ഒരു മോഹൻലാൽ സിനിമയാണല്ലോ വന്ന് വിജയിച്ചിരിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ എല്ലാത്തരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ. അപ്പം എനിക്കെപ്പോഴും തോന്നാറുണ്ട് മോഹൻലാലിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രജൈലായിട്ട് യൂസ് ചെയ്യണം. പുള്ളിയുടെ പ്രത്യേകത കൊണ്ടല്ല, ഈ ആൾക്കാർ അദ്ദേഹത്തിന്റെ ഫാൻസ് ഒരു വേറെ തരം ഫാൻസ് ആണല്ലോ. ഈ സ്ലീപ്പർ സെൽ ഫാൻസ് അല്ല, അല്ലാത്തവർ. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ലൈക്ക് നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ലൈക്ക് ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നമുക്ക് ഇവരെ പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായി ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്തേക്കും നമുക്ക് എൻട്രി ഇല്ല. അവർ നമ്മളെ മാറ്റി നിർത്തും എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് പിന്നെ എങ്ങനെയാ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരുടെ ഒരു നല്ലൊരു ടൈം നമുക്ക് തന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടബോധവും കുറ്റബോധവും ഒക്കെയാണ്. അപ്പോൾ സോ ലൈക്ക് ലാലേട്ടനെ നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സോ ലൈക്ക് ഒരു സിനിമ ഈ പറയുന്ന സോക്കോൾഡ് 100 crores എത്തുക അല്ലെങ്കിൽ അതല്ലായിരുന്നു ഉദ്ദേശം. നല്ലൊരു സിനിമ ഓഡിയൻസിന് കൊടുക്കുക, നല്ലൊരു മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുക. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് ഇതൊരു തിരിച്ചു വരവാണ് അല്ലെങ്കിൽ അങ്ങനെ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തിരിച്ചു വരവ് ആയിരിക്കുമോ, ഒരു കംബാക്ക് ഉണ്ടാവുമോ ഇതില്ല. കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ലൈക്ക് സിനിമകൾ എന്തോ പുള്ളി ചെയ്ത സിനിമകൾ ഏതൊക്കെയോ മോശമായി അല്ലെങ്കിൽ അത് വേണ്ടത്ര സക്സസ് ഉണ്ടാക്കിയില്ല. എൻഡ് ഓഫ് ദി ഡേ ഓഡിയൻസിനെ ഹാപ്പി ആക്കിയില്ല. അതാണ് കാരണം അവർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു മോഹൻലാലിനെ ആരും പ്രസന്റ് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ്. സോ ലൈക്ക് അത് തരുണും ഞങ്ങൾക്കും അത് സാധിച്ചു, അല്ലെങ്കിൽ യെസ് ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ഞങ്ങൾ കൊടുത്തു. പലരും പറയുന്നുണ്ടായിരുന്നല്ലോ ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ പഴയ ലാലേട്ടൻ തിരിച്ചെത്തി. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയത് ഇതൊരു പുതിയ ലാലേട്ടനായിരുന്നു. ഓക്കെ, രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും ചെയ്ത ക്യാരക്ടറിലൊക്കെ ഒരു നമ്മൾ പണ്ട് ശീലിച്ച ലാലേട്ടൻ ഉണ്ടെങ്കിൽ പോലും പെർഫോമൻസിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒരു നമ്മളെപ്പോഴും കാണുന്നൊരു സട്ടിലിറ്റേക്കാൾ ഉപരിയെ വേറൊരു ഫേസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് മോഹൻലാലിനെ കൈ കിട്ടിയപ്പോൾ മാക്സിമം ചെയ്യുക ആ ഒരു മൂഡായിരുന്നോ? എങ്ങനെയാ? ഒരിക്കലും തരുൺ നമ്മളെ ചർച്ചകളിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ്സിലോ ഒരിക്കലും
നമ്മളൊരു പഴയ സിനിമയുടെ റെഫറൻസ് എടുത്ത് വെച്ച് ഡയലോഗ്സ് ഞങ്ങൾ പറയിച്ചിട്ടുണ്ട് ലൈക്ക് അതല്ലാണ്ട് നമ്മൾ ഈ ഒരു സിനിമയുടെ സീൻ എടുത്ത് നമുക്ക് ഇങ്ങനെ ഈ സീനിനെ നമുക്ക് പോർട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അഭിനയിപ്പിച്ച മാതിരി അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച മാതിരി ഇതിലും നമുക്ക് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. ഞങ്ങൾ കഥയുടെ കൂടെ പോയപ്പോൾ ആ കഥക്ക് എന്താണോ ആവശ്യം അത് നമ്മളത് ലാലേട്ടൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു, ആ ആക്ടർ അത് ഡെലിവർ ചെയ്തു. സോ ലൈക്ക് ഞങ്ങൾ അങ്ങനെ ഒരു വിൻറ്റേജ് മോഹൻലാൽ അല്ലെങ്കിൽ അങ്ങനെ കാരണം ഡെഫിനറ്റ്ലി കാരണം പുള്ളി പണ്ട് ചെയ്തു വെച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ശരിക്കും ഇപ്പം ആ ഫർഹാനെ ടോർച്ചർ ചെയ്യുന്ന, അതായത് സുധീഷിനെ ടോർച്ചർ ചെയ്യുന്ന സീനിൽ പുള്ളിയുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻസ് സതയമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് സതയത്തിൽ ഇപ്പം എടുത്തൊന്ന് സതയം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഈ മുഖമല്ല അത് വേറെ തന്നെ. അതിൽ കുറച്ച് കണ്ണുകളിൽ വേറൊരു പരിപാടി, കുറച്ചൊരു സൈക്കോ പരിപാടിയുണ്ട്. ഇതിൽ അത്ര സൈക്കോ പരിപാടി ഇല്ല. സോ ലൈക്ക് നമുക്കത് ഫീൽ ചെയ്യുന്നത് ഓക്കെ അതായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് വരുന്നതാണ്. നമ്മളങ്ങനെ ഒരു സിനിമയുടെ റെഫറൻസോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യിക്കാം, അത് ആ കഥാപാത്രമായിട്ട് ഭയങ്കര ജെല്ലായി, പുള്ളി ഫ്ലൂലുണ്ടായിരുന്നു, പുള്ളി ഷൺമുഖനായി. അതാണ് ഈ പറയുന്ന നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. കാരണം ഷോട്ടിന് മുന്നേ ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് അതിലൊക്കെ നടക്കുന്നുണ്ടാവും, എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. റെഡി എന്ന് പറഞ്ഞ് ക്യാമറ റോളിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പുള്ളി വേറെ ആളാവും. എക്സാക്ട്ലി എല്ലാ ആക്ടേഴ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. ഈ ഷൺമുഖന്റെ ഒരു മീറ്റർ സെറ്റ് ചെയ്തതേ ഈ പറഞ്ഞ പോലെ തരുണം നിങ്ങൾ പറഞ്ഞ രീതിയിലാണോ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു കോൺട്രിബ്യൂഷനിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ? ഡെഫിനറ്റ്ലി ലാലേട്ടൻ ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. കാരണം ഡയറക്ടർ എന്താണോ, കാരണം എത്ര ടേക്ക് വേണം പോകാനും നമ്മൾ ഈ പറഞ്ഞ അല്ല ഞാൻ 2 ടേക്ക് ചെയ്യുള്ളൂ, ഞാൻ അതിൽ കൂടുതൽ ചെയ്യില്ല എന്നൊന്നും പറയാറില്ല. കാരണം വെച്ചാൽ നമ്മൾ എത്ര ആവശ്യപ്പെട്ടാലും പുള്ളി തരും. പക്ഷേ പുള്ളിയുടെ ബെസ്റ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പരിപാടി. കാരണം അത് ഏത് ടേക്കിലായിരിക്കും, ചിലപ്പോൾ നല്ല പുള്ളിയുടെ എല്ലാ ഫസ്റ്റും സെക്കൻഡും ടേക്ക് ഇസ് ദ ബെസ്റ്റ് ടേക്ക്. കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലേ ഉള്ളൂ. കാരണം എന്തെങ്കിലും പാസിങ് തെറ്റി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോക്കസ് ഔട്ട് ആവുക. അപ്പം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് എന്താ പറയുക, ആ ബോണ്ട് റെഡിയാണ് ആ മനുഷ്യൻ. ഇപ്പോൾ സുനിലേട്ടൻ പറയായിരുന്നു റൈറ്റർ ഒരു സീൻ കണ്ടിട്ട് ഭയങ്കര ഇമോഷണലായി പോയിട്ടുണ്ട് എന്ന്. ഇതിലിപ്പം ഫാമിലി സീനുകളിലേക്ക് വരുന്നു, അത് തരുന്ന ഗൂസ് ബംസ് ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ പുള്ളി ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അത് മുണ്ടെടുത്തൊക്കെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗൂസ് ബംസ് വേറെ ഉണ്ട്. അപ്പം നിങ്ങൾ ക്യാമറയുടെ പുറകിൽ നിന്ന് കാണുമ്പോഴേ സുനിലേട്ടൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീനോ മൊമെന്റോ ഇതെന്താ ഇത് തോന്നിയുണ്ടോ? പിന്നെ തീർച്ചയായും. കാരണം വെച്ചാൽ പുള്ളി ആ ബാത്റൂമിൽ കരയുന്ന സീക്വൻസ് ഞങ്ങളതിൻ്റെ ഈ ആദ്യം ആ പുറത്തിരുന്ന് കരയുന്ന ഇതിൽ അതും ആർട്ടിഫിഷ്യൽ റെയിനാണ് അടിക്കുന്നത്, നമ്മളത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പറമ്പിലാണ് കൊണ്ടുപോയി ഇരുത്തിയേക്കണത്, രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, പുള്ളിയെടുത്ത് തരുൺ ചെന്ന് ചേട്ടാ ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ്. അപ്പം നമുക്ക് പുറത്ത് അത്ര കരച്ചിൽ വേണ്ട, പുള്ളീനെ ഒരു ഷോക്കിൽ നിർത്തിയാൽ മതി. കാരണം പിന്നെ ആ ബാത്റൂമിലാണ് ആ പിടിവിട്ട് പോകുന്നത്. അപ്പം ബാത്റൂമിൽ നിന്ന് പുള്ളി കരയുമ്പോൾ ആ കരച്ചിലിന് ഒച്ചയും പറ്റൂല. കാരണം പുറത്ത് ഭാര്യയുണ്ട്, ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ നമുക്ക് മകനെ കാണാൻ പോകാം എന്നുള്ള ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ആ പരിപാടി നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻഡ് ആയിരുന്നു, പുള്ളി എല്ലാം കേട്ടു. പിന്നെ പുള്ളി പെർഫോം ചെയ്യണം, നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ആ ആർട്ടിസ്റ്റിന്. കാരണം അത് ഒന്നാമത് ടോപ്പ് ആംഗിളിലാണ് ക്യാമറ, കാരണം അതിൻ്റെ അകത്ത് വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല, ടോപ്പ് ആംഗിളാണ് ക്യാമറ. അപ്പം അതൊരു ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഈ മാസ്റ്റർ അറ്റ് വർക്ക് എന്ന് പറയുന്ന നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത്, അത് റിയലായിട്ട് നടക്കില്ലല്ലോ. കാരണം നമ്മൾ കട്ട് പറഞ്ഞ പുള്ളി നൃത്തം ചെയ്യും. അപ്പോൾ അതെങ്ങനെ ആ ഒരു മീറ്ററിലേക്ക് എത്ര പെട്ടെന്നാണ് പുള്ളി എത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ അത് ചെയ്യിപ്പിക്കുന്നത്. പുള്ളി ഭയങ്കര രസമായിട്ട് പുള്ളി ഷോട്ടിന് മുന്നേ വളരെ കാമായി നിന്ന് നമ്മളെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവന് എന്നെ നനയിപ്പിച്ചത് മതിയായില്ലേ എന്ന് ചോദിക്കും. കാരണം വെച്ചാൽ ഒരുപാട് ഞങ്ങൾ നനയിപ്പിച്ചിട്ടുണ്ട്, അതും രാത്രി. അവന് ആ റെഡി എന്നൊക്കെ പറഞ്ഞ് പുള്ളി നിന്ന് പുള്ളി
കരഞ്ഞ് പുള്ളി ഇങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് മാമിൻ്റെ ഡയലോഗ് ഉറക്കണ വായിക്കുന്നുണ്ട്. പുള്ളി അങ്ങനെ തിരിഞ്ഞു നോക്കണം പരിപാടികളും ഒക്കെ ആയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പായപ്പം ഇത് പുള്ളി വീണതാണോ എല്ലാരും ഇങ്ങനെ തരുൺ പറഞ്ഞു. ഞാൻ തന്നെ ഇത്ര കെട്ട വിളിക്കല്ലേ പുള്ളി അഭിനയിച്ചോണ്ടിരിക്കണം പോട്ടെ നിർത്തല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. കാരണം ആക്ച്വലി ആ കാരണം റൂമിലാണ് മോണിറ്റർ വെച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഷാജിയേട്ടനും എല്ലാരും ഇങ്ങനെ ഒന്ന് ഞെട്ടി. കാരണം ഇത് സ്ലിപ്പായി വീണതാണോ അങ്ങനെ വീണെന്നില്ല ഉണ്ടായിരുന്നില്ല അല്ലേ? അത് പറഞ്ഞിട്ടേ ഇല്ല. ഡയറക്ടർ പറഞ്ഞൊരു കാര്യമല്ല. ലാലേട്ടൻ ഞാൻ അവിടെ വീഴുന്നു ലാലേട്ടൻ ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ കാര്യങ്ങളും സ്ക്രിപ്റ്റിൽ എഴുതിയ കാര്യങ്ങളും ഒക്കെ അവിടെ എക്സ്പ്ലെയിൻഡ് ആണ്. ബട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല. പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് അഭിനയിക്കുന്ന ഒരാളും അല്ല. പുള്ളി ഇങ്ങനെ കരഞ്ഞ് തിരിഞ്ഞു നോട്ടങ്ങളുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് പുള്ളി ഇതാക്കി പുള്ളി ചുമരിന് ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി വായ പൊത്തുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞൊരു വീഴ്ച കൂടി എല്ലാവരും പേടിച്ചു പോയി. അതായത് പുള്ളി ശരിക്കും വീണതാണോ ആണോന്നല്ല, എല്ലാവരും ശരിക്കും വീണതാണ് തന്നെയാണ് വിചാരിച്ചത്. നമ്മൾ നോക്കുമ്പോ അല്ല. അയ്യോ ഒരു രക്ഷയില്ലാത്ത മൊമെന്റ്. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്നത് മോഹൻലാലിനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൈമന്ന് പോകും. അതായത് നമ്മളിപ്പുറം നിൽക്കുന്നത് നമ്മൾ കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ അനിയനായിട്ടോ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ അയൽവക്കക്കാരനായിട്ടോ അല്ല. നമ്മൾ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പുള്ളിയെ എതിർക്കുന്ന ആളായിട്ടാണ്. അപ്പൊ അതിന്റെ എന്താ പറയാ ഒരു ഹൈ വേറെ തന്നെയാ. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ ഭയങ്കര മൂമെന്റാ. പുള്ളിയുടെ കണ്ണിൽ നോക്കി അഭിനയിക്കുക എന്ന് പറയുന്നത്. കാരണം എനിക്കാണെങ്കിൽ തുടക്കത്തിൽ കിട്ടിയ ഫസ്റ്റ് കിട്ടിയത് തന്നെ നീ ആരടാ. ഞാൻ ഫസ്റ്റ് ലാലേട്ടനോട് ചോദിക്കുന്നത് നീ ആരടാ. പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവര് മോഹൻലാൽ മമ്മൂട്ടി ആവട്ടെ ഇവര് കൂടെ അഭിനയിക്കുന്നവരെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. കാരണം സ്വാഭാവികമായിട്ട് അവർക്ക് പേടി ഉണ്ടാവുന്നുള്ള ധാരണ ഇവർക്കുണ്ടല്ലോ. അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അല്ല അതിപ്പോ ഞാൻ എന്നുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അത് ലാലേട്ടൻ ആരോട് അഭിനയിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ആരോട് അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ അവർ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. കാരണം അതേ പറഞ്ഞത് നമ്മൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞു പോവും. പിന്നെ നമ്മൾ ഇപ്പം ഞാനെന്താ പറയുക ഇയാൾ തെറി വിളിക്കണം അല്ലേ. അതിലേക്ക് ഞാൻ വരികയായിരുന്നു. ഈ ബെന്നി എന്നുള്ള കഥാപാത്രേ, അതായത് അയാൾക്ക് കുറേ ഭാവങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഓക്കെ ഇയാൾ ഒരു ദുഷ്ടനാണ്, പിന്നെ ഇയാൾക്ക് ചില ഡിലമാസ് ഉണ്ടാകുന്നുണ്ട്. അത് ഇങ്ങനെ ഇതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, നമ്മൾ ഇവരുടെ കൂടെ നമ്മൾ ഇരയാക്കപ്പെടുക ആ ഒരു ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട്. പക്ഷെ പിന്നെ അവസാനം വരുമ്പോൾ വീണ്ടും മാറുന്നുണ്ട്. ഈ ബെന്നിയുടെ ഒരു ബ്രീഫ് എന്തായിരുന്നു? എന്താണ് ബെന്നി കാരണം നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് ജോർജിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം ജോർജിനെ നമുക്ക് മെല്ലെ സൈഡിൽ കൂടെ വന്ന് കയറി പിന്നെ ജോർജ് ടേക്ക് ഓവർ ചെയ്യാം. അപ്പം ബെന്നി ആയിരിക്കണം അപ്പം അതിൻ്റെ മുന്നേ അവിടെ ദുഷ്ടൻ. അല്ലെങ്കിൽ ബെന്നി അപ്പോഴത്തേക്ക് ഈ പറയുന്ന പ്രേക്ഷകരെ വെറുപ്പിച്ചിരിക്കണം. തരുൺ എപ്പോഴും കഥാപാത്രത്തെ കുറിച്ച് നല്ല ബ്രീഫ് തരും. ലൈക്ക് അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. കാരണം ഞാൻ ആ പടത്തിൻ്റെ കോ ഡയറക്ടറും കൂടിയാണ്. സോ ഒരിക്കലും ഞാൻ എൻ്റെ കഥാപാത്രത്തിനെ ഞാൻ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അഭിനയിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. തരുൺ തന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കാറ്. കാരണം ബാക്കിയുള്ളവർക്ക് നമുക്ക് പറയാം, പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കഥാപാത്രത്തിനെ ഞാൻ അടിവരയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങി. അപ്പോൾ എനിക്കത് വേണ്ട രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഐഡിയ കിട്ടൂല. തരുൺ അത് വല്ല എക്സ്പ്ലെയിൻഡ് ആയിരുന്നു. തരുൺ വെഞ്ചട ആദ്യം നമുക്ക് നോർമലായി പിടിച്ചാൽ മതി, വളരെ നോർമലായിട്ട് അയാൾ ഒരു ചെറിയൊരു ഈ പടത്തിലൊരു കോമഡി പീസാണോ എന്ന തരത്തിൽ തോന്നിക്കുന്ന തരത്തിൽ അയാൾ എങ്ങനെയായിരിക്കണം. അയാൾ ഇർഷാദ് ഖാൻ ഇരിക്കുമ്പോൾ ഇർഷാദ് ഖാൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് വലിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ വലിക്കുന്നത് ആൾ അങ്ങനെ. കാരണം അയാൾ അങ്ങനെയാണ്, കുറച്ചൊരു മുരട് സ്വഭാവമുള്ള ഒരാളാണ് എന്നുള്ള തരത്തിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്ത് പോയി. കാരണം ഇയാൾ ആകെ പെട്ടു പോകുന്നത് കാറെടുത്ത് ഷൺമുഖിന് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇയാൾ പെട്ടു.
അവിടെയാണ് ഇയാൾക്കൊരു സന്തോഷവും ഇല്ല. പിന്നെ അങ്ങോട്ട് ഇയാൾ ഫുൾ ടെൻഷനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം കൃത്യമായ ആ സീൻ അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ഷൂട്ടിൽ ആ ഒരു പോർഷൻ എത്തുമ്പോൾ തന്നെ തരുമ്പോൾ ഇനി അങ്ങോട്ട് ചിരി വേണ്ടേ, നല്ല ടെൻഷൻ കയറിക്കോട്ടെ, നല്ലോണം എല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലായിക്കോട്ടെ, ഒന്നിനൊരു സമാധാനം വേണ്ട. കാരണം നല്ല ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സോ ലൈക്ക് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് കിട്ടുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കാനുണ്ട്, നമ്മളൊന്ന് ചിന്തിക്കാനുണ്ട്, നമ്മളെ കോൺട്രിബ്യൂഷൻസ് ഡെഫിനറ്റ്ലി ആ കഥാപാത്രത്തിന് വേണം, ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന് വരുന്നൊരു പോർഷൻ ഒരു മൊമെന്റിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈ കിട്ടും. അപ്പോൾ നമ്മളത് അഭിനയിച്ച് അത് ജനങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഈ ബെന്നി എന്ന കഥാപാത്രത്തോട് കിട്ടിയ റെസ്പോൺസസ് എന്താ? ഈ സാധാരണക്കാരായ കിട്ടിയിട്ടില്ല. അല്ല ലൈക്ക് സാധാരണ ലൈക്ക് ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോയിട്ടുണ്ട്, പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ ലൈക്ക് വെറുപ്പ് സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ആ വെറുപ്പാണ് ആ ക്യാരക്ടറിന്റെ വിജയം. കാരണം ഇയാള് ഇടക്ക് നന്നാവുന്നുണ്ട്, ഇടയ്ക്ക് ഇയാൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് ഈഗോ ഉണ്ട്, അയാളുടെ അധികാരം സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊക്കെ ഉപരി അയാൾക്ക് നല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾക്ക്. അയാളുടെ നിറത്തിൽ ഈഗോ ഉണ്ട്, അയാളുടെ എന്താ പറയാ അധികാരത്തിൽ പ്രശ്നമുണ്ട്. കാരണം അയാൾക്ക് അധികാരം ഉണ്ടെങ്കിലും അയാളെക്കാട്ടും അധികാരമുള്ള ഒരാൾ തൊട്ടടുത്തുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കാരണം ഞങ്ങൾ വേണമെങ്കിൽ CAനെ കണ്ട് കാര്യം പറയാം എന്ന് പറയുമ്പോൾ ആള് പറയുന്നുണ്ട് ഈ കാർ പിടിച്ചത് ഞാനാണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് CA ഇല്ലാത്തപ്പോൾ, അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചോളാം എന്നുള്ളത്. കാരണം അത് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാൾ നിറത്തിന് പ്രശ്നമുണ്ട്, അയാൾക്ക് അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ജോർജായിട്ട് അത് മുമ്പിൽ നിൽക്കുന്നുണ്ട്, കാർ എടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്ക് അയാൾ തിരിച്ചറിയുന്നുണ്ട്, ഉണ്ട്. അത് പറയുന്നുണ്ടല്ലോ, വാലാട്ടി നിന്ന് ശീലിച്ചു പോയി അയാള് പറയുന്നുണ്ടെങ്കിൽ അതാണ് അയാളെ പ്രശ്നം. നിന്നുപോയി, ഇനി നിന്നേ പറ്റൂ, തിരിച്ചുവരവില്ല. അത് വീണ്ടും പറയുന്നുണ്ട്, ഈ ട്രോഫി അടിച്ച് എന്റെ തലയെ കിട്ടും എന്ന് അയാൾ ഇത്രയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വെരി മൊമെന്റിൽ അയാളെക്കാട്ടും കണ്ണിങ് ആയ ആളാണ് അപ്പുറം നിൽക്കുന്ന ജോർജ് എന്ന ആളും കൂടെ ഇനി അടുത്ത ഇൻസ്പെക്ടർ താനെന്ന് പറഞ്ഞ ആള് മാറി. കാരണം വീണ്ടും അധികാരം. കാരണം ഇയാളിപ്പോ എന്താണോ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നാളെ ഞാൻ ആസ്വദിക്കാൻ പോകുന്നത് എന്ന ആ ബോധത്തിലേക്ക് ആള് യാത്ര ചെയ്ത്. അപ്പം ഓട്ടോമാറ്റിക്കലി ആള് മാറി, ആൾ അതിന് കൂട്ടുക്കാൻ ആള് തയ്യാറായി. ഈ സാധാരണ ബിൻചേട്ടൻ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എങ്ങനെയാ, അതായത് ഈ പറഞ്ഞല്ലോ ഡയറക്റ്റ് പറഞ്ഞ് അതനുസരിച്ച് അങ്ങനെ തന്നെയാണ്? മറ്റ് ഹോംവർക്കുകൾ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല? അല്ല അങ്ങനെയല്ല, ലൈക്ക് ഓരോ ആക്ടേഴ്സും ഓരോ, എനിക്ക് അത് സത്യത്തിൽ അറിയൂല പരിപാടി, അറിയാത്തതിനെ കൊണ്ടാണ്. കാരണം എങ്ങനെയാണ് ഇതിനെ ഹോംവർക്ക് ചെയ്യുക. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ആ നടൻ ഇങ്ങനെ പ്രിപ്പയർഡായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത സിനിമയിൽ നല്ലൊരു ഇതേമാതിരിയൊക്കെ നോക്കണം, കുറേ സിനിമകളൊക്കെ എടുത്ത് കാണണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, സത്യമായിട്ട് അറിയാത്ത. നമ്മൾ സെറ്റ് പോവും. നമുക്ക് ലൈക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒന്ന്, ഒരു ആക്ടർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാളുടെ കോസ്റ്റ്യൂമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു കള്ളിമുണ്ടും ഒരു സാധാ ഷർട്ടും ഒക്കെ ആകുമ്പോൾ നമ്മളെ ബോഡി ലാംഗ്വേജ് മാറും, നമ്മൾ ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതി, അല്ലെങ്കിൽ അയാളെന്താണോ അങ്ങനെയൊക്കെ ഇരുന്നാലും നിന്നാലൊക്കെ മതി. അപ്പോൾ ആ നേരെ മറിച്ച് അയാളൊരു ബ്ലേസറൊക്കെ ഇട്ട് വരികയാണെങ്കിൽ, ഒരു സൂട്ടൊക്കെ ഇട്ട് വരികയാണെങ്കിൽ അയാൾ അങ്ങനെ ഇരിക്കും, ആൾ പെരുമാറുക. അപ്പം അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു കഥാപാത്രത്തിന്. അപ്പം നമുക്കിപ്പം പോലീസ് ഡ്രസ് ഇടുമ്പോൾ നമുക്കൊരു അധികാരം കിട്ടിയൊരു ഫീലാണ്. ലൈക്ക് വി ഹാവ് സം പവർ. ലൈക്ക് ഒരു SIക്ക് എന്തോരം അധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്ത് സാധിക്കും എന്നുള്ളത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. ലൈക്ക് നമുക്കറിയാം അപ്പോൾ ഓരോ റാങ്കിനും എന്ത് അധികാരമുണ്ട് എന്നുള്ളത്. അപ്പം നമുക്കത് പ്ലേ ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുകയാണ്. ലൈക്ക് അല്ലാണ്ട് ഈ ഹോംവർക്ക് ചെയ്യാറില്ല, ഇല്ല, പഠിക്കുമ്പോഴും ചെയ്യാറില്ല. ഈ ജോർജ് സാറിലേക്ക് വരുമ്പോഴേ ഈ പറഞ്ഞ പോലെ
ജോർജ് സാറിനെ ആഘോഷിക്കുകയാണ് ആൾക്കാർ. മോഹൻലാലിനെ എത്രത്തോളം ഈ സിനിമയിൽ പറയുന്നോ അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇപ്പം കാസ്റ്റിങ്ങിലടക്കം പല സിനിമകളിലും ഭാഗമായിട്ടുള്ള ആൾ കൂടിയാണ്. ഇതിൽ ജോർജ് സാറിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മൾ ആ കഥാപാത്രത്തിന് നമ്മൾ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടറെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സീക്രസി കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ജോർജ് സാറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ ജോർജ് വളരെ കൂളായി വന്ന ഒരു ഒരാള്, ഒരു പുതിയൊരാള് എന്നുള്ളപരി അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുവോ എന്ന് ആരും സംശയിച്ചിട്ടില്ല. നമ്മളൊക്കെ ജോർജ് സാർ ഉണ്ടല്ലോ, ഭാഗ്യം. എല്ലാം ജോർജ് സാർ ചെയ്തോളൂ, ബെന്നിയാണ് എരപ്പൻ എന്നുള്ളതില്. അപ്പൊ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അപ്പൊ സോ ലൈക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു പുതിയ ആളിലേക്ക് പോകണം. ഈ പുതിയ ആളിലേക്ക് പോകുമ്പോൾ തരുൺ ഒരാളെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ആളെ തരുൺ സെലക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് തരുൺ എഴുതിയ സിനിമകളിൽ തരുണിനൊരു കഥ, അയാൾക്കൊരു രൂപം ഉണ്ടാവും. ആ രൂപത്തിന് മാച്ച് ചെയ്തൊരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ തരുൺ ആളായി. അയാൾ അഭിനയിക്കൂ, ഡയലോഗ് പറയൂ, അതൊക്കെ പിന്നെ ആ രൂപത്തിനോട് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൻ ചിന്തിച്ച് വെച്ച ആ രൂപത്തിന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരാളെ തപ്പി ഇവന്റെ തന്നെ സജഷൻ ഈ തരുൺ തന്നെയാണ് പുള്ളിനെ കണ്ടുപിടിച്ചതും പോയി കഥ പറഞ്ഞതും എല്ലാം തരുൺ തന്നെയാണ്. അപ്പം തരുൺ അങ്ങനെ അതിലേക്ക് നമുക്ക് അങ്ങനെ ഒരു പുതിയ ആളിലേക്ക് പോവാം. ഒരു പുതിയ ആളെ കിട്ടുമ്പോൾ പെർഫോം ചെയ്ത് നോക്കാം, അങ്ങനെ ആലോചിക്കില്ല? ഓഡീഷൻ എന്നുള്ള എനിക്കറിയില്ല, അത് ചിലപ്പോൾ തരുണിന്റെ കോൺഫിഡൻസ് ആയിരിക്കാം. കാരണം തരുൺ അല്ലെങ്കിൽ തരുണിന് അങ്ങനെ ഒരു കഴിവുണ്ടായിരിക്കാം. കാരണം സംസാരിക്കുമ്പോൾ ശരിയിലേക്ക് നിങ്ങളടുത്ത് ഞാൻ ഈ കഥാപാത്രമാണ് നിങ്ങൾ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതിൽ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ എക്സൈറ്റഡ് ആവാം, നിങ്ങൾ പേടിക്കാം, നിങ്ങൾ ചേട്ടാ നമുക്ക് ആലോചിക്കട്ടാ ചേട്ടാ എന്നൊക്കെ പറയുന്ന, എനിക്കറിയില്ല, തരുൺ അങ്ങനെയായിരിക്കാം. ചില തരുൺ അത് കിട്ടുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ പ്രകാശ് ഏട്ടൻ പിന്നെ ടോട്ടലി സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ആളുമല്ല, ഒരാളാണ്. പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെ ആർട്ടിസ്റ്റിനെ അഭിനയിപ്പിക്കണം എന്ന് അറിയുന്ന ഒരാളുമാണ്. സോ ഡെഫിനറ്റ്ലി പുള്ളിന്റെ ഉള്ളിലൊരു നടനുണ്ട്, അല്ലാണ്ട് പുള്ളി സീറോ അല്ല. പുള്ളിന്റെ ഉള്ളിലൊരു നടനുണ്ട്. പക്ഷെ അതിനാരും വിളിച്ച് പുറത്തേക്ക് കിട്ടില്ല, തരും പിടിച്ച് വിളിച്ചു. അതെ, അതൊരു വല്ലാത്ത പുറത്തിടലായിരുന്നു. അതില് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ആ ക്യാരക്ടറൈസേഷൻ തുടക്കം ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൂൾ മനുഷ്യൻ, ഇവിടെ എന്ത് വൃത്തിയുടെ ഈ ബെന്നി കാണിച്ചാലും ജോർജ് സാർ ഉണ്ട്. പക്ഷെ പോയി ആ ഫസ്റ്റ് ഹാഫ് തീരുമ്പോഴേക്കും അയാളുടെ ഒരു ക്യാരക്ടർ പോകുന്നൊരു പോക്കുണ്ടല്ലോ, അത് ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് കൂടിയായിരുന്നു. സിനിമാറ്റിക് മൊമെന്റ്, കാരണം ഇതിൽ അയാള് എന്താണെന്നുള്ള അയാളുടെ ട്രൂ കളർ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് അയാള്, ജോർജ് അതാണ്. ജോർജ് അവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല, നിന്നെയും കൊല്ലും. അയാൾക്ക് അതിന് മടിയില്ല, അത് ചെയ്യുന്നുണ്ടാവും. അതിന്റെ വഴക്കം അയാളുണ്ട്. കാരണം ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഈസ് ഡൂയിങ് ദിസ് എന്നുള്ളത് അയാളുടെ ബോഡി ലാംഗ്വേജിലും അയാളുടെ സംസാരത്തിലും അയാളെ കണ്ണുകളിലും അതുണ്ട്. കാരണം ലൈക്ക് ഹീൽ ഡു ദാറ്റ്. കാരണം അയാൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടാവാം, പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാകും. കാരണം അയാളെ വീട്ടിലും എന്തൊക്കെയോ പറഞ്ഞു പോവാത്ത ഒരുപാട് മിസ്റ്ററി അവിടെ നമ്മൾ കാണിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജോർജ്. അത് പ്രകാശ് ഏട്ടൻ വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് റീഡിങ്ങും പരിപാടിയും നമ്മൾ സെറ്റിൽ വന്നിട്ട് ബിനു എങ്ങനെയാ പക്ഷെ ജോർജ് ലൈക്ക് പ്രകാശ് ഏട്ടൻ പുള്ളിക്ക് അങ്ങനത്തെ സംശയങ്ങളുണ്ടല്ലോ. പിന്നെ തീർച്ചയായും, കാരണം അതെല്ലാവർക്കും ഉണ്ട്. കാരണം ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ കോഡാരക്ടറാന്ന് പറഞ്ഞപ്പോ ഞാൻ അഭിനയിക്കാൻ നോക്കുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചു, അവൻ തരണേ ഒന്ന് പറഞ്ഞോണ്ടാ കൈവന്ന് കൂള് എന്ന് പറയും. അങ്ങനെ പുള്ളിക്കും സംശയങ്ങളുണ്ട്. പുള്ളിയും ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഓക്കെ നമുക്ക് എടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേ അല്ലായിരുന്നു പുള്ളി. ലൈക്ക് ഡെഫിനറ്റ്ലി നമ്മളെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആരെയാ, ഞാനും മൂപ്പരും കൂടി നിന്നിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടും വേണം. ഞങ്ങള് നല്ല ടഫ് ചാലഞ്ച് അപ്പുറം നിൽക്കുന്ന ആകെ കൊടുക്കണം, അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഈ കമ്മിങ് ടു ശോഭന, ഓക്കെ, ഈ മോഹൻലാൽ ശോഭന എന്നുള്ളൊരു ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടി.
പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശോഭന ഉണ്ടായിരുന്നു, പക്ഷെ അതായിരുന്നില്ല ഇതില്. പ്രത്യേകിച്ച് അവർ ഒരു തമിഴ് സംസാരിക്കുന്ന മലയാളി, ആ ഒരു ലാംഗ്വേജ് വന്നപ്പോൾ തന്നെ അതിന് ജെന്യൂനിറ്റി കൂടി. പിന്നെ ഒരു പെർഫോമൻസ് വേറൊരു തലമായിരുന്നു. ശോഭനായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്. മാമിന് എനിക്ക് ഇതിന് മുന്നേ അങ്ങനെ നേരിട്ട് പരിചയമോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതിലാണ് ആദ്യം കാണുന്നത്. അല്ല, ഞാനൊരു മാമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സീല്, അതിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു. ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയായിരുന്നു, കാരണം അച്ഛന് പകരം ഞാനായിരുന്നു പോയത്. അപ്പം അന്നാണ് എനിക്ക് കണ്ടിട്ടൊക്കെ ഉള്ള പരിചയം. അതിന് മുന്നേ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര അടുത്തറിയാം അങ്ങനെയൊന്നുമില്ല. പക്ഷെ തരുണാണ് കൊണ്ടുപോയിട്ടുണ്ട്, അതാണ് എൻ്റെ കോ ഡയറക്ടർ, പുള്ളിയാണ് ചാട്ടൊക്കെ നോക്കുന്നത്, ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞു. നമ്മൾ ഒരിക്കൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ യാസ് ആൻഡ് ഭയങ്കര കൂളായിട്ടുള്ളൊരു ലേഡി, അടിപൊളി, ഒറ്റ വാക്ക് പറഞ്ഞ അടിപൊളി ആണല്ലേ. ഡാൻസ് ടീച്ചറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അല്ല ശരി, കമോൺ, അടിപൊളിയാണ് അവർ. ഭയങ്കര ഭയങ്കര രസമുള്ള വൈബാ. തരുണ്ട അവരായിട്ടുള്ള ചാറ്റ് കാണണം, മറ്റേ ഈ സ്റ്റിക്കേഴ്സിന്റെ കളിയായിരുന്നു. ഗുഡ് മോർണിംഗ് ഒക്കെ വരുന്നത് ആദ്യം സ്റ്റിക്കറാ വരിക, ഭയങ്കര രസമാണ്. പുള്ളിക്കാരി ഭയങ്കര. ഇപ്പൊ ബെന്നിയും ലളിതയായിട്ട് കുറച്ച് മൊമെന്റ്സ് ഉണ്ടല്ലോ, ഈ ടെൻഷൻ ബിൽഡിംഗ് മൊമെന്റ്സ്. അത് ആ ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോഴേ നിങ്ങൾ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്, ലൈക്ക് ഞാൻ ഈ ലാത്തിയായിട്ട് വന്നിട്ട് ഞാൻ ഈ ചേട്ടൻ്റെ കൈക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ അവർ കൊന്നു എന്നാണല്ലോ ഞാൻ പറയുന്നത്. അപ്പം അവർ ആകെ കയ്യിൽ നിന്ന് പോയി എൻ്റെ ഷർട്ട് പിടിക്കണം. എൻ്റെ ഷർട്ട് പിടിക്കുമ്പോൾ ഇയാൾ അനങ്ങുന്നില്ല, കാരണം അവൻ കാലിൽ ചവിട്ടണം. പിന്നെ അവരെ ആ കൈ ഞാൻ ഇവിടുന്ന് എൻ്റെ ഷർട്ടിൽ നിന്ന് എടുത്ത് മാറ്റി അവരെ ടോർച്ചർ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ കാലിൽ ചവിടുന്ന ക്യാമറ താഴെ വെച്ച്, അപ്പം ഞാൻ പോലീസ് ഷൂസാണ്, അപ്പം അവർ കാലിൽ മെഞ്ചി ഇട്ടുണ്ട്. ഞാൻ അതിൽ ഇങ്ങനെ വെച്ച് അവൻ ആ പൊസിഷൻ കറക്റ്റാണ് ഓക്കെ എന്ന് പറഞ്ഞ്. അപ്പം ഷാജേട്ടൻ ഒരു ക്യാമറ കാലിലും വെച്ചിട്ടുണ്ട്, എനിക്ക് സജഷനും വെച്ചിട്ടുണ്ട്, മാമിൻ്റെ സജഷനിലും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഈ ഷോട്ട് പോയപ്പം ഷാജേട്ടൻ പറഞ്ഞ് വെക്കുന്ന മാതിരി തോന്നുന്നുണ്ട്, ശരിക്കും ചവിട്ടുന്നൊരു ഫീല് ഇങ്ങനെ വരുന്നില്ല, ഇങ്ങനെ ഈ ഇങ്ങനെ വെക്കുന്ന മാതിരി ഒരു ഇതുണ്ട്. ഞാൻ വന്ന് തന്നെ ഓക്കെ, ഇത് ഏത് ഫോഴ്സിലാണ് ഇത് പോകേണ്ടത് എന്ന്, ഇതെങ്ങനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. ഇതിന്റെ ഒരു കൺഫ്യൂഷൻ എനിക്ക് തല്ലുമാലയിലുണ്ടായിരുന്നു, ലുക്കിന് ചവിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ വെച്ച് ഞാൻ മാം ഓക്കെ അല്ലേ മാം ആമാ ഓക്കെ. ഞാൻ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ തിരികെ വേണം. അപ്പം നിങ്ങളിപ്പോൾ പടത്തിൽ കാണുന്നത് അതിൽ കൂടുതലാണ് ഷൂട്ട് ചെയ്തേക്കണത്, ഞാനത് ഈ ചവിട്ട് കുറച്ച് സ്ട്രോങ് ആണ്, ശരിക്കും നല്ലൊരു ചവിട്ട് കിട്ടിയിട്ടുണ്ട്. 1 2 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കൈക്ക് പിടിക്കുമ്പോൾ കയ്യിൽ കുപ്പിവെള്ളം ഒന്നായിട്ട് അങ്ങോട്ട് പൊട്ടി. ഫോഴ്സിൽ പിടിച്ചപ്പോൾ ഒന്നായിട്ട് പൊട്ടി, പുള്ളിക്കാരൻ്റെ കൈ ഇവിടെ മുറിഞ്ഞ് ഞാനിതിങ്ങനെ കൈ ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടോ മാമിൻ്റെ ഫേസ് ഇല്ല, കാരണം ക്യാമറ പിടിയാനെ കൊണ്ട്. മാമ കൈ ഇങ്ങനെ പറ്റി, കയ്യെ വിടറാ, ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണ, കയ്യെ വിടറ, എന്നെ ഇതൊരു കഷ്ടപ്പെടാ, കൈ വിടറാ. ഞാനാണെങ്കിൽ ഇപ്പൊ മറ്റേ പണ്ടാര കലിപ്പൊക്കെ പിടിച്ചിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ കണ്ടു, ഞാൻ എന്താണ് ഇല്ല എങ്ങനെയോ കടിച്ചു, ഇത് പിന്നെയും ടേക്ക് വെരി ഭയങ്കര കൂളാ. പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തത് അതാണ് ഞങ്ങളെ ഞെട്ടിക്കുന്ന പരിപാടി. പുള്ളിക്കാരി ഇപ്പം ഒരു ഷോട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഷോട്ട് ഞങ്ങൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മാം നമുക്ക് സാരി മാറണം, നമ്മൾ വേറെ സാരിയാണ് എന്ന് പറയുമ്പോൾ കൊണ്ടുവാങ്ക എങ്കിലും ചേഞ്ച് പണിക്കറേ അവരല്ല മാം ക്യാരവാൻ എനിക്ക്. അപ്പം ഇങ്ങനെ ആർട്ടിസ്റ്റ് റെഡി ആണോ എന്നുള്ളൊരു ചോദ്യം എവിടെ നിന്നോ പാസ് ചെയ്ത 2 minutes ഇങ്ങനെ പോണി കാണും, സാരി പറഞ്ഞിട്ട് ഇങ്ങനെയും വരും. അങ്ങനെ എന്താ പറയാ, പുള്ളിക്കാരി ഭയങ്കര സ്പീഡില്. പണ്ടൊക്കെ അവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, എവിടെയെങ്കിലും മറച്ചിട്ടൊക്കെ ഡ്രസ് ചെയ്യും. നമ്മളാ വീട് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു റൂമുണ്ട്, ലൈക്ക് നമ്മൾ ക്യാരവാനിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ
അവർ സാരി എടുക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഈ ബാക്കിൽ നിന്ന് ഷോട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര അലസായിട്ടാണല്ലോ അവർ എടുക്കുക, പക്ഷെ അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ആണ്. ഇങ്ങനെ കോസ്റ്റ്യൂം ടക്കെന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് ഞാൻ റെഡി റെഡി എനിക്ക് ഷോട്ട് റെഡിയാ പിന്നെ ലൈക്ക് അതില് പുള്ളിയുടെ ഇവരെ മകളായിട്ട് അഭിനയിച്ച കുട്ടി അമൃതന്റെ ഫസ്റ്റ് പടം. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ആ കുട്ടിയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ആ കുട്ടി ആ കിച്ചണിൽ വന്നിരുന്നിട്ട് ബെൻസ് എന്തെങ്കിലും പറഞ്ഞോ കിളി പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ സിനിമ കാണുന്നതിലും കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു ആ ഷോട്ട്. ലൈക്ക് ഈ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു സ്വിച്ച് ഓഫ് ആക്കി അല്ല ഒരു മൊബൈൽ ചാർജ് ചെയ്തിട്ട് ഇതാണ് സ്വിച്ച് ഓഫ് ആക്കി എന്നാണ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ കയ്യിൽ കാശുണ്ട്, മുടി ഇങ്ങനെ കെട്ടി ഇങ്ങനെ വന്ന് അവിടെ പച്ചക്കറി ഉണ്ടാകുന്നത് ഇങ്ങനെ നീക്കി അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് ചോദ്യം പറയുന്നത്. ഇതാണ് ആ കുട്ടി, അതാണ് ഗിംബലില് ഫോളോ ചെയ്യാണ് ഈ കുട്ടീനെ ക്യാമറ. അപ്പം അതിന്റെ ഫസ്റ്റ് ഷോട്ടാണ്. അപ്പൊ അതിങ്ങനെ പൈസ പൈസ ഈ ഞാൻ പൈസ വെച്ചിട്ട് മുടി കേട്ടാ ഏട്ടാ അതെങ്ങനെ അവന് നമ്മളെ ഇപ്പുറത്തെ കയ്യിൽ പിടിച്ചാൽ പോരെ, അന്നേരം നമ്മള് ഒന്ന് കെട്ടി നോക്ക്, ആ ഓക്കെ കെട്ടാൻ പറ്റുന്നുണ്ട്, അവന് അങ്ങോട്ട് ചെയ്താൽ മതി, വേറെ ടെൻഷനൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ടേക്ക് പോയി, 2 ടേക്ക് പോയി, 3 ടേക്ക് പോയി, 4 ടേക്ക് പോയി അവള് പാനിക്കായി. ഫസ്റ്റ് ടൈം പുതിയ ആള് റീല് ചെയ്യുന്ന മാതിരിയല്ലല്ലോ, റീലിലൊക്കെ നമുക്ക് എത്ര ടേക്ക് വേണമെങ്കിൽ പോവാം, നമ്മൾ തന്നെയല്ലേ ഇത് കാണുന്നുള്ളൂ. ഇത് ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും ഒക്കെ ആയിട്ട്, അപ്പം ഇത് ക്യാമറയാണെങ്കിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പോയി ഓളിങ്ങനെ പാനിക്കായി എന്ന് പറഞ്ഞപ്പം മാം മോളെ കൂടെ കെട്ടി കൊണ്ട് പിടിച്ച് ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് ഡേയ് അമ്മ എന്താ ഫീൽ പോതു അമ്മ ഓക്കെ, അതായത് മുപ്പതി ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കി ആ കുട്ടി. വെരി ഫസ്റ്റ് ഷോട്ടിൽ തന്നെ മുപ്പതി ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കി. സോ ലൈക്ക് ഈവൻ ലാലേട്ടൻ വന്നിട്ട് പോലും ലൈക്ക് ഈ മോളെടുത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര കമ്പനി ഇനി ഒരു ഭയങ്കര രസമാണ്. ഇവരിരുന്ന് ഇവർ വർത്താനം പറയാം, ലൈക്ക് അവരത് ഈസിലി അവരത് ആക്കി ലൈക്ക് ആ സിറ്റുവേഷനെ ഈസി ആക്കി. മാത്യുവും തോമാച്ചനാണെങ്കിലും ഭയങ്കര അവര് ഇന്നാക്കി കാരണം കംഫർട്ടബിൾ ആക്കി. അവര് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഈ സീനിയർ ആക്ടേഴ്സ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഇതിൽ ആ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്ന സീൻ രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു സീൻ. അറിയാതെ കയ്യിൽ നിന്ന് പോലും അടിക്കുമല്ലോ മോനെ, എന്നിട്ട് മോഹൻലാലിന്റെ കുറച്ച് റിയാക്ഷൻസേ എന്റെ കയ്യിൽ നിന്ന് പോയി കുര്യച്ചാന്ന് മണിമല രാജനോട് പറയുന്നതും പിന്നെ ഫോൺ അത് എന്തൊരു ടച്ചിങ് ആയിരുന്നു അറിയോ. എനിക്ക് എന്റെ ഫാദറിനൊക്കെ ഓർമ്മ വരും. ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ചീത്ത പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി എന്നൊരു സാധനം ഉണ്ടല്ലോ. കാരണം പുള്ളി അവനെ ഇതിന്റെ മുന്നേ അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം പുള്ളിക്ക് ആ കാറിനോടുള്ള ഇമോഷനും പിന്നെ പേടി പറ്റുമെന്നുള്ളതും എല്ലാം ഒരു മിക്സഡ് ഇമോഷന്റെ മേലെ സംഭവിച്ചു പോയ ആ വന്ന വരുത്തിന് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ആ സീനും രസമായിരുന്നു, ഒട്ടും ബിൽഡപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് അപ്പൊ തോന്നിയ ഒരു അടി. അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ സംഭവിച്ചു പോകുന്നത്. നമ്മളത് പ്ലാൻഡ് അല്ലല്ലോ, തള്ളാനായിട്ട് പോവല്ലോ. അപ്പം പ്ലാൻഡ് അല്ലാണ്ട് സംഭവിച്ചു പോയ ഒരു അടി. അതാണ് പുള്ളീനെ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഇരുത്തിയിട്ട്, കാരണം പുള്ളി മദ്യപിക്കാനാണ് അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി ഓടുന്നത്. അത് പിന്നെ സംഭവിക്കുന്നില്ല. കാരണം വെച്ചാൽ കൂട്ടുകാരോടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി മദ്യപിക്കുന്നില്ല. ഷാജി വേണ്ട ഷാജി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി മാറി നിൽക്കുന്നതും പുള്ളി അവന് മെസ്സേജ് അയക്കുന്നതും നീ എവിടെയാ മോനെ സോറിടാ എന്ന് പറയുന്നതും ഉള്ളു തട്ടിയിട്ടാണ് ആ അച്ഛൻ പറയുന്നത്. കാരണം അറിയാണ്ട് പറ്റിപ്പോയതാണ്, ഞാനൊരു മൊമെന്റിൽ ചെയ്തു പോയതാണ്, നീ എന്നോട് ക്ഷമിക്ക് എന്നാണ് ഇതിന്റെ ക്യാരക്ടർ അപ്പം പറയുന്നുണ്ടല്ലോ മകനോട്. ലൈക്ക് റിപ്ലൈ കൊടുക്ക് എന്തിനാ. അത് അവന് അതായത് പവിക്ക് അത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അതാണ് അവൻ റിപ്ലൈ കൊടുക്കാത്തത്. കാരണം ഒരു ഭയങ്കര വിഷമായി പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും അവർ ഒന്നുകൂടെ കണ്ടിരുന്നെങ്കിൽ പെട്ടെന്ന്, കാരണം അതൊന്ന് പറഞ്ഞ് ആ ഒരു സാധനം തീർക്കാണ്ടാണ്. കാരണം അതൊക്കെ അതാണ് ഷൺമുഖനെ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഷൺമുഖൻ അങ്ങ് കയറി അങ്ങ് യാത്ര ചെയ്യുന്നത് അതൊക്കെ ഉള്ളിലുള്ളതിനെ കൊണ്ടായിരിക്കാം. ഇതിലെ BGMന്റെ കാര്യം പറഞ്ഞാലേ സിനിമയുടെ കഥ പോകുന്ന ആർക്കാണ് ഇതും. അതായത് ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഇല്ല, നമ്മൾ അങ്ങനെ ഇരിക്കണം. കഥയുടെ കാര്യത്തിലാവട്ടെ മ്യൂസിക്കിന്റെ കാര്യത്തിലാവട്ടെ, അപ്പം അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ പോകണം. ലൈക്ക് ജെയ്ക്സ് ആയിട്ട് നമ്മള് ഓപ്പറേഷൻ ജാവേലും ജെയ്ക്സ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ലൈക്ക് നല്ല
പരിപാടിയാണ് പുള്ളി അന്നും നമുക്ക് തന്നത്. സോ ലൈക്ക് അഗെയിൻ ലൈക്ക് പുള്ളി അതുക്കും മേലെ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പം തുടരും എന്ന പടത്തിൽ തന്നത്. അപ്പം ജെയ്ക്സ് കാരണം മ്യൂസിക് ഒപ്പത്തിനൊപ്പം നിന്നിട്ടില്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിങ് ഭയങ്കര മോശമാവും. നമുക്കപ്പം നമുക്ക് ഏരിയയിൽ സൈലൻസ് പിടിച്ചാലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലൈക്ക് അത് വളരെ മിനിമൽ ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്തത്. അത് നിങ്ങൾ ഒരുപാട് വ്യത്യസ്ത സ്റ്റൈലുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു. ഇവരിൽ നിന്നൊക്കെ ഇവരുടെ രീതി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്? തരുണിലേക്ക് വരുമ്പോൾ 3 സിനിമയായി. തരുണിൻ്റെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എന്ത് മാറ്റാ തരുണിലുണ്ടായേ? ഞാൻ തരുൺ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. തരുൺ പ്രോസസ്സൊക്കെ അല്ല തരുൺ അങ്ങനെ മാറിയിട്ട് എനിക്ക് തരുണിൻ്റെ ഒരു ഒറ്റ കാര്യം മാറിയിട്ടുള്ളൂ, ഈ ടേക്ക് കഴിഞ്ഞാലുള്ള അത് മാറിയിട്ടുണ്ട്. കാരണം ജാവേൽ തരുൺ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവനൊരു അക്ഷരം മിണ്ടൂല. ഇവനിത് ഓക്കെ ആണോ അല്ല മീൻസ് ലൈക്ക് അവൻ്റെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷോർട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു പരിചയമില്ല. ഞാൻ ചെയ്യാളൊന്നും പറയാത്ത ദൈവമേ. ഞാൻ തന്നെ ഒരു മോണിറ്ററിൻ്റെ മുമ്പിൽ ഞാൻ തരുൺ ഓക്കെ ആയിരുന്നു. അങ്ങനെ ആണ് ചേട്ടാ ഓക്കെ ആണ് ചേട്ടാ ഞാൻ പറയണോ പറയാം മീൻസ് അതിൽ നിന്ന് മാറി ഇപ്പൊ ഒരു ഡൺ വന്നിട്ടുണ്ട്. അതായത് ഓക്കെ ഷോട്ടായി നല്ല ഡൺ ചേട്ടാ എന്ന് പറയുന്ന ലൈക്ക് അതല്ലാണ്ട് എനിക്ക് തരുണില് ഒരു മാറ്റം അവൻ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതല്ലാണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവനിലെ അതായത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതോ അവൻ ജാവ മുതൽ അവൻ എല്ലാവരും ചേർത്ത് നിർത്തി നമ്മൾ എല്ലാവരും 100% കൊടുക്കണം എന്ന് പറയുന്ന അവൻ്റെ ഒരു രാവിലത്തെ ഒരു സംസാരം, ഒരു ചെറിയ പരിപാടിയുണ്ട്. അതെല്ലാത്തിനും അവൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തരുൺ അങ്ങനെ എന്താ പറയുക ഓരോ പടി കയറുമ്പോഴും അയാൾ ഭയങ്കരമായിട്ട് ലേൺ ചെയ്ത് കാരണം തരുൺ ആരും അസിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ലൈക്ക് സെൽഫ് മെയ്ഡ് ഡയറക്ടറാണ്. അപ്പോൾ സോ ലൈക്ക് തരുണിന് അറിയാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു സിനിമയിൽ. സോ ലൈക്ക് അത് തരുൺ പഠിച്ച് ലൈക്ക് ഈസ് ലേണിങ് ദാറ്റ്. ലൈക്ക് അവൻ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് രണ്ടാമത്തെ സിനിമയിലേക്ക് പോകുമ്പോൾ അവിടെ അവൻ എവിടെ പാളി അല്ലെങ്കിൽ എവിടെ എന്താ അത് അവൻ കറക്റ്റ് ചെയ്തിട്ടാണ് അവൻ വരുന്നത്. സോ ലൈക്ക് തേർഡ് സിനിമ അപ്പം ലാലേട്ടനും ആയിട്ടുള്ളതിൽ ഇതിലും നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പാളിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവനത് കറക്റ്റ് ചെയ്തിട്ട് നാലാമത്തേലേക്ക് പോവുകയാണ്. അതായത് അല്ലാണ്ട് അവനങ്ങനെ ഭീകര മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തടി കൂടിയുണ്ട്. മോസിൻ കാണാൻ ശാന്തനാണ്, പക്ഷെ അവനൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം വൈറസിൽ ഞങ്ങൾ ഒരു വീട് ഷൂട്ട് ചെയ്യുമ്പം അവൻ ഉദ്ദേശിച്ച വീടല്ല ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവൻ സ്ക്രിപ്റ്റിൽ അവൻ എങ്ങനെ കണ്ടായിരുന്നോ ആ പരിപാടിയൊന്നും ആ വീടിനില്ല. ഞങ്ങളാണെങ്കിൽ ഇവൻ സെറ്റിലെത്തുന്നതിന് മുന്നേ ഞങ്ങൾ ആ ലൊക്കേഷനിലെത്തി ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. ഇവൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. മോസി എത്തിയിട്ട് മോസിയാണ് ഇതേതാ വീട്, നമ്മൾ എന്താ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ സക്രിയൻ്റെ വീടായിട്ട്. സക്രിയൻ്റെ വീട് ഇങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെയല്ലല്ലോ സക്രിയൻ്റെ വീട് കണ്ടത്. ഇവൻ അങ്ങ് വിപ്ലവമാക്കി. അവൻ പിണങ്ങിപ്പോയി. ആശിക്കാൻ അവൻ വിളി, അവൻ എന്താ വേണ്ടെന്ന് ചോദിക്കി, അവന് വേണ്ട വിളി. തിരിച്ചു വന്നോ? വീട് മാറ്റി ആ വീട് അതായത് സക്രിയ ചെയ്ത ഡയറക്ടർ സക്രിയ ചെയ്ത സക്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ അവര് ക്വാറന്റൈനിൽ വന്ന് താമസിക്കുന്ന വീടാക്കി മാറ്റിയത്. അല്ല ഓരോരുത്തർക്കും ഓരോ നിർബന്ധങ്ങളാണ്. ലൈക്ക് ഇപ്പം ആഷികേട്ടൻ്റെ അടുത്താണെങ്കിൽ ആഷികേട്ട അതില്ല ആണോ ആരെ പിടിക്കാം എന്നല്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഞാൻ ആഷികേട്ടൻ സെറ്റൊന്നും ഒച്ചെടുക്കൂല, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ലൗഡാവൂല, വേറെ രീതിയാണ്. തരുൺ ജമ്മത്തൊച്ചെടുക്കൂല, അല്ല അങ്ങനെ ഒച്ചാവിളി പരിപാടിയൊന്നുമില്ല. തരുൺ ദേഷ്യം പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അതിനൊക്കെ ആവശ്യത്തിന് ഞാൻ ഉണ്ട്. വന്നാലോ ഖാലിദിന് കൃത്യമാണ് കാര്യങ്ങൾ. ലൈക്ക് അയാള് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലേ, ലൈക്ക് എന്താണ് വേണ്ടത് അതറിയാം. ഖാലിദിന് അത് വളരെ കൃത്യമായിട്ട് ഇതാണ് ഈ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത്. ജോൺ കുറച്ചും കൂടിയും എന്താ പറയാ ഒരു എനിക്ക് ജോണിനെയും തരുണിനൊക്കെ ഇടക്കിടക്ക് അവരെ ഈ വർക്കിംഗ് സ്റ്റൈലിൽ എനിക്ക് സാമ്യം തോന്നാറുണ്ട്.
ഇനി എനിക്ക് തോന്നുന്നു ബിൻചേട്ടനോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും അച്ഛനെ കുറിച്ച്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ വിജയം ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു മൊമെന്റിൽ അച്ഛൻ അതേ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാ അച്ഛനെ ഓർക്കുക? അച്ഛനെ ഓർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം എന്താ പറയുക, ചില മൊമെന്റിൽ ഇപ്പം തുടരും എന്ന് പറഞ്ഞ ഒരു സിനിമ, അതും ലാലേട്ടൻ്റെ കൂടെ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ പുള്ളിയില്ല എന്ന് പറയുന്നത് ഒരു സങ്കടം തന്നെയാണ്. കാരണം ഡെഫിനറ്റ്ലി അത് ചില മൊമെന്റിൽ നമ്മൾ ആലോചിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഏതൊക്കെയോ ഏരിയയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ റിസംബ്ലൻസ് വന്നിരുന്നു. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ മറ്റേ CI ജോർജിനോട് സംസാരിക്കും, മറ്റേ പോലീസ് സാറേ പുറത്ത് നല്ല മഴയാണ്, അവനെ എന്ത് പിണ്ണാക്കാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ലൈക്ക് അച്ഛൻ്റെ ഒരു സ്ലാങ്ങോ അല്ലെങ്കിൽ ആ ഒരു വേ എനിക്ക് ഭയങ്കരമായിട്ട് വന്നതെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം അപ്പം ലൈക്ക് നമുക്കത് ഷെയർ ചെയ്യാൻ പുള്ളിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ആ സക്സസ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഒരു 10 വർഷത്തിൻ്റെ മേലെയായി ഞാനിപ്പം സിനിമ 2013 ഒരു 12 വർഷമാകുന്നു. അപ്പം ലൈക്ക് നമ്മളെ എവിടുന്ന് വന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ആ ഒരു ജേണി നമുക്ക് പുള്ളിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതിൽ ഒരു വളരെയധികം സങ്കടമുണ്ട്. കാരണം എനിടെ നമ്മൾ എവിടെ എത്തിയാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരൊക്കെയല്ലേ ബാക്കിലുണ്ടാവും. അതെ. അടുത്തത് തരുണിന്റെ സിനിമ എഴുതുന്നത് ബിൻചേട്ടനാന്ന് കേട്ടു അല്ലേ? എന്താ ജോണർ? എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ? അത് ഞാൻ പറയില്ല, എന്നോട് ചോദിക്കും വേണ്ട, ഞാൻ ഒന്നും പറയില്ല. എഴുത്തൊക്കെ കഴിഞ്ഞു. ലൈക്ക് ഞങ്ങള് ഇനി ചെയ്യുന്നത് അതാണ്. അതെ, തരുണിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയാണ്. അപ്പം അതിന്റെ അപ്ഡേറ്റ്സ് ഉടനെ ഞങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും. അങ്ങനെ കലാകാലം ഒന്നും ഒളിപ്പിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. ഉടനെ തുടങ്ങുമായിരിക്കുമല്ലോ അല്ലേ? നമ്മള് ഡെഫിനറ്റ്ലി ലൈക്ക് ഒരു 4-5 മാസം പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ലൈക്ക് ഇല്ല കാസ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലീഡ് ആക്ടേഴ്സിൽ നമ്മൾ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്കൊക്കെ പോയതാണ്. കാരണം നമ്മൾ ഇതിന്റെ ഒരു പ്രീ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിന്റെ പ്രീ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടാണ് ഞങ്ങൾ തുടരത്തിലേക്ക് വന്നത്. സ്റ്റാർട്ട് ചെയ്തായിരുന്നു, ഇതിന്റെ പ്രീ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസർ, തരുൺ ഡയറക്ട് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു. ഒരിക്കൽ മമ്മൂട്ടി ചോദിച്ചു കേട്ടിട്ടുണ്ട്, അതായത് കോർഡിനേഷൻ നിർത്താറായില്ലേന്ന്. അപ്പൊ ഇതിന്റെ ഡബ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇവിടുന്ന് വിസ്മയെന്ന് ചോദിച്ചത് താൻ തുറന്ന് ഇതൊന്നും നിർത്താനായില്ല, ഇത് കളിച്ചടക്കാണ്. ഇനി റൈറ്ററായി അടുത്ത ഡയറക്ടറിലേക്കാണോ യാത്ര? തീർച്ചയായും ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ആക്ടിങ്ങിനെക്കാട്ടും മീൻസ് രണ്ട് പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ബട്ട് ലൈക്ക് ഒരു ഇത്തിരി കൂടി ഹയറിൽ ഡയറക്ഷൻ സൈഡിൽ നിൽക്കുമ്പോഴാണ് ലൈക്ക് അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം ഈ എഴുത്ത് പരിപാടി കഴിഞ്ഞാൽ ഒരു പടം സംവിധാനം ചെയ്യണം എന്നുണ്ട്. നല്ല പേടിയുണ്ട്. കാരണം ലൈക്ക് ഡെഫിനറ്റ്ലി അവിടെയും ഈ പറഞ്ഞ മാതിരി ജഡ്ജ്മെന്റിലാവുമല്ലോ കാര്യങ്ങള്. ഈ ഡയറക്ഷൻ പണ്ടോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, അതൊരു ക്രേസ് ആണ്. അങ്ങനെ വെച്ചാൽ ഒരൊറ്റ ഡയറക്ടർ ആര് പറയും ഭയങ്കരമായിട്ട് വാവ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരൊറ്റ ഒരാളെ പറഞ്ഞായിട്ട് പറയും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? സീരിയസ് അങ്ങനെ പറയാൻ പറ്റുമോ? ശരി, എനിക്ക് പറയാൻ പറ്റും. ഒരു നടന്റെ പേര് പറയും. അത് എനിക്ക് മോഹൻലാൽ മമ്മൂട്ടിയെ വരുള്ളൂ. തന്നെയാണ്. കാരണം ഒരാളുടെ നടന്റെ കാര്യത്തില് അല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. നമുക്ക് ഒരു ഒറ്റ ഒന്ന് അച്ഛനാണ് അമ്മനാണ് ഇഷ്ടം, അതാണ് നമുക്കങ്ങനെ ലൈക്ക് ആരും ഒരേ മാതിരി അല്ലല്ലോ, അതാണ് പ്രശ്നം. ഇവരൊക്കെ ഒരേ മാതിരി ആണെങ്കിൽ പറഞ്ഞതന്നെ, ചാടി കയറി പറഞ്ഞതന്നെ. ബിരിയാണിയിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, കോഴിക്കോട് ബിരിയാണി. എനിക്ക് എവിടത്തെ കണ്ട ഇഷ്ടം കോഴിക്കോട് ബിരിയാണി തന്നെയാണ്. അത് ലൈക്ക് അതിപ്പം ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, നമ്മളിപ്പം കൊച്ചി ഉണ്ട്, അവിടുന്ന് കുറച്ചും കൂടി നോർത്തിലേക്ക് സൗത്തിലേക്ക് പോയാൽ വേറെ തരം ബിരിയാണി ഉണ്ട്. ഈവൻ ആ സൈഡിൽ തന്നെ ഒരുപാട് ടൈപ്പ് ബിരിയാണി ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറ്റിച്ചിറ ഭാഗത്തു നിന്ന് ഉള്ള കല്യാണത്തിന് കിട്ടുന്ന ഒരു ബിരിയാണി, കല്യാണത്തിന് കിട്ടുന്ന ഒരു ബിരിയാണി ഉണ്ട്, അതാണ് നമ്മളെ ഫേവറേറ്റ് ബിരിയാണി. അത് പറയാം, പക്ഷെ ഡയറക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല. ഡയറക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓരോരുത്തരും വ്യത്യാസമാണ്. ലൈക്ക് ഈ പറഞ്ഞ ആൾക്കാരും
ഇവരെല്ലാവരും ഒരേപോലെയാണോ? ഇവരുടെ സിനിമകളും ഒരേപോലെയല്ലല്ലോ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. ജോണിന്റെ ആണെങ്കിൽ അമ്പിളിയും ഗപ്പിയും വേറെ തന്നെ ടൈപ്പുള്ള, ആഷിഖാന്റെ മായാനദിയും വൈറസും ഒക്കെ വേറെ തന്നെ തരത്തിലുള്ള സിനിമയാണ്. തരുണിന്റെ തുടരും, സൗദി വെള്ളം സോഷ്യലി റെലവെന്റ് ഒരു ഇഷ്യൂലേക്ക് തരുൺ കണക്ട് ചെയ്യും അല്ലേ? കണക്ട് ചെയ്യും. അവനെ അവസാനം എന്തെങ്കിലും എഴുതി കാണിക്കണം അത് വേണം എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മോഹൻലാൽ ഫസ്റ്റ് ഡേ ഹൃദയപൂർവ്വം സെറ്റിൽ നിന്ന് അവർ ക്രൂ എല്ലാം കൂടി സിനിമ കണ്ടു. പിന്നെ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന, എല്ലാവരും കൊണ്ടാടുകയാണ് സിനിമ. മോഹൻലാൽ എന്താ പറഞ്ഞേ ഈ സിനിമയുടെ റിലീസിന് ശേഷം? സിനിമ ഹിറ്റായി രാവിലെ പുള്ളി ഫോൺ ചെയ്ത്, രാവിലെ 7 മണിക്ക് കോൾ വന്ന്, മോനെ എവിടെയാ? മോനെ എറണാകുളത്ത്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സെറ്റാണ്. ആ മോനെ കോഴിക്കോട് നിന്ന് ഒരു പയ്യൻ SI ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവനെങ്ങനെയുണ്ട് മോനെ? അവന് കൊള്ളാലാലട്ടാ, കുഴപ്പമില്ല. ആ അഹങ്കാരിയാണവൻ, നോക്കാം, ഞാൻ ശരിയായിക്കോളാം അവനെ. അവനെ അല്ലാട്ടാ, പാവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വന്നു. ആ നോക്കാം മോനെ, ഞാൻ വിളിക്കാം എന്നാണ്. ഞങ്ങൾ ഷോ കണ്ട് ഇറങ്ങുമ്പം സജീവൻ ചേട്ടന് നമുക്ക് വീഡിയോ കോളിൽ വന്ന് സത്യസാറും ലാലേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ എന്തോ പറയണ്ടോ, ഒരു സാധനം കേൾക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിലെത്തി, പുള്ളി വീണ്ടും വിളിച്ചു, ഹാപ്പി അല്ലേ? ഡെഫിനറ്റ്ലി, എന്ത് സംശയവും, ഒരു സംശയവും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ആഘോഷിക്കണ്ട മോനെ, ഞാൻ പറഞ്ഞ് അങ്ങോട്ട് വരട്ടെ, പൂനൊക്കെ അങ്ങോട്ട് വരട്ടെ, വേണ്ട ഞാൻ കൊച്ചിക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈസ് സോ ഹാപ്പി. ഒരുപാട് സന്തോഷം. കാരണം സിനിമ എന്നും ചരിത്രമാണ്. അപ്പം ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവുക എന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞാലും തുടരും സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ആ ചർച്ചകളിൽ നമ്മളെ പേര് വരും. മതി. യെസ്. അപ്പോൾ തുടരും, വിജയം തുടരട്ടെ. താങ്ക് യു. ആൻഡ് നല്ല നല്ല സിനിമകൾ ഡയറക്ടറായിട്ട് വരട്ടെ. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.